പോകുന്ന സമയത്ത് നേഴ്സിൻ്റെ അടുത്ത് പറയുന്ന കേട്ടത് ബ്ലീഡിങ് നിന്നിട്ടില്ല, അത് കാരണം നല്ല രീതിയിൽ വേദന വരുന്നുണ്ടായിരുന്നു. പിന്നെയും ബ്ലീഡിങ് നിന്നിട്ടില്ല, പിന്നെയും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന, ബ്ലഡ് പോകുന്ന നിൽക്കുന്നേ ഇല്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ ഇതേ ഒരു അപ്പിയറൻസിൽ വന്നിരിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഡെലിവറി സ്റ്റോറിന്റെ നെക്സ്റ്റ് പാർട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം കഴിഞ്ഞ പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അത് കണ്ടാൽ മാത്രമേ ഇന്നത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ മുന്നത്തെ പാർട്ട് ഞാൻ അതിന്റെ ലിങ്ക്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അത് കണ്ടിട്ട് ഈ വീഡിയോ വന്ന് കണ്ടോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അതെ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അതുപോലെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്താ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലേ വേണ്ടോ, ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കണ്ടേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പെട്ടെന്ന് എന്റെ വീഡിയോ എടുത്ത് കാണാലോ. ഇപ്പൊ നമ്മൾ രണ്ടാളും രണ്ട് കാര്യമായിരിക്കും പറയാം. കാരണം ഞാൻ ലേബർ റൂമിന്റെ ഉള്ളിലുള്ള കാര്യവും എന്റെ എക്സ്പീരിയൻസും ഏട്ടൻ എല്ലാരും പ്രതിനിധീകരിച്ച് പുറത്ത് നടന്ന കാര്യങ്ങൾ. അപ്പം ഫസ്റ്റ് എന്റെ കാര്യം പറയാം. അപ്പൊ ലേബർ റൂമിലേക്ക് ഞാൻ പോയി. ഇവരെല്ലാം കൂടെ വന്നു. ഏട്ടൻ, അമ്മമ്മ ഇവര് വന്നു. അച്ഛൻ ആ ടൈം എത്തിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ ലേബർ റൂമിലേക്ക് പോയി. ഇവരൊരു ഗൗൺ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് ഇത് ചേഞ്ച് ചെയ്തു. ഞാൻ ചോദിച്ചു ഇതെല്ലാം എന്തിനാ മാറ്റുന്നേ, എനിക്ക് പുറത്തു പോണ്ടല്ലേ. അപ്പൊ അവരൊന്നും എന്ത് പ്രസവിക്കണ്ടേ, പ്രസവിച്ചിട്ട് നീ പുറത്തു പോവാ നമുക്ക്. അയ്യോ അങ്ങനെയൊന്നും പുറത്തു പോയിക്കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഇനി ഡെലിവറി കഴിഞ്ഞാലേ പുറത്തേക്ക് വിടൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആവാൻ തുടങ്ങി. ഏതാണ് ഇതിപ്പോ നോർമൽ ഡെലിവറി ആണോ അല്ലെങ്കിൽ സി സെക്ഷൻ ആണോ ഒന്നും അറിയില്ല. അങ്ങനെ അവിടെ കിടന്നിട്ട് ഇവരെ ഗൗൺ ഇട്ടു. നമ്മളെ ഡ്രസ്സെല്ലാം അയച്ചു വെച്ച് നമുക്ക് ഗൗൺ ഇട്ടിട്ട് ഞാൻ അവിടെ കിടന്ന സമയത്ത് ട്യൂബ് റിമൂവ് ചെയ്യണല്ലോ, എനിക്ക് ട്യൂബ് ഇളകി വന്നിട്ടില്ലല്ലോ. അപ്പൊ ലേബർ റൂമിലെ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ വന്നിട്ട് ട്യൂബ് ഇളക്കി എടുക്കാൻ നോക്കുമ്പോ ഇത് ഓൾറെഡി ട്യൂബിങ് ഇളകി എത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ട്യൂബിങ് ഇളകി വരും. ഓൾറെഡി ആയി എത്രയോ 3 സെന്റിമീറ്റർ എത്രയോ ഡൈലേറ്റ് ആയിട്ടുണ്ട് സെർവിക്സ് എന്ന് പറഞ്ഞു. അത് എത്ര സെന്റിമീറ്റർ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പുറത്ത് വന്നിട്ട് അഞ്ജലിന്റെ ഹസ്ബൻഡ് അല്ലേ 3 സെന്റിമീറ്റർ ആയിട്ടോ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പറയും 5 സെന്റിമീറ്റർ ആയിട്ടോ, 7 ആയിട്ടോ, ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എനിക്കിതൊന്നും മനസ്സിലാവില്ല, ഇതെന്താ വന്ന് പറയുന്നേ. ഞാനും പറഞ്ഞു ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ PV ചെയ്തു. അയ്യോ, ഞാൻ അന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് PV വേദനയെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതെല്ലാം ഒരു PV ആണോ എന്നാണ് എനിക്ക് ഡെലിവറിക്ക് കയറിയ സമയത്ത് തോന്നിയത്. അതായത് ഒരു 5 മിനിറ്റിൽ തന്നെ ഒരു 3-4 ആള് വന്നിട്ട് അങ്ങ് PV ചെയ്യും വെറുതെ. അതായത് ഒരു നേഴ്സ് പോകുന്നുണ്ടാവും, ഡെലിവറിക്ക് കിടന്നല്ലേ PV ചെയ്യട്ട്, അടുത്ത നേഴ്സ് ഉണ്ട് ഡെലിവറി അല്ലേ PV ചെയ്യട്ട്. ഇതെന്നെ ഫുള്ള് PVന്റെ ഏറുകളി. എനിക്ക് എണ്ണം എന്നെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എണ്ണം തെറ്റിപ്പോയി. അത്രക്ക് എനിക്ക് PV ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ വേറൊരു കുട്ടിയും കൂടി, കുട്ടി എനിക്കൊന്ന് 5 മണിക്കോ 5:30 ലേബർ റൂമിൽ എത്തിയതാ. അവളും ലേബർ റൂമിൽ ഇങ്ങനെ ഡെലിവറിക്ക് വേണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ വേറൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവരും നമ്മൾ 3 ആള് നിരത്തിയിട്ടാണ്. അപ്പൊ കറക്റ്റാണ് ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാനൊന്നും പറ്റൂല. അപ്പൊ ഇങ്ങനെ എല്ലാരും PV ചെയ്യുന്നുണ്ട്, 1 by 1 ആയിട്ട് PV ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് എനിമ തരുവാണോ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് ചെയ്യുകയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിൽ ഏതോ ഒന്ന് ചെയ്തു. എന്നിട്ട് എനിക്ക് അതിന് മുന്നേ ചായയും ബിസ്ക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വേദന നല്ലോണം വരാൻ തുടങ്ങി. ട്രിപ്പ് ഇട്ടു, ടാബ്ലറ്റ് കഴിക്കാൻ തന്നു. അപ്പൊ എനിക്ക് നല്ല വേദന വരാൻ തുടങ്ങി. അതിൽ ചായയൊന്നും കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ അനിമ വന്നിട്ട് നമുക്ക് വയറ്റിന്ന് പോകാൻ പറയുമല്ലോ, അനിമ ചെയ്തു. പിന്നെ അത് അന്നേരമായിരുന്നു എൻ്റെ അടുക്ക ഈ പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ അഞ്ജലിന്റെ ഹസ്ബൻഡ് അല്ലേ, അഞ്ജലിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഫുഡ് എങ്ങനത്തെ ടൈപ്പാണ് ഫുഡ് എന്ന്. അപ്പൊ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള ഫുഡ് ഏതെങ്കിലും മതി. ആദ്യം ചായയും ബിസ്ക്കറ്റ് വന്നത്. കൊണ്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല, വേദന കൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റി. ഞാൻ വേഗം പോയി വാങ്ങിച്ചിട്ട് കൊടുത്തു. എന്നിട്ടാണ് അകത്ത് കൊണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് അകത്ത് പോയി കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം കുറെ ഡെലിവറിക്ക് കുറെ പെൺകുട്ടികൾ ഉള്ളതാണ്, അപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ല, ജെൻസിന് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊടുത്തിട്ട് ആരും അങ്ങനെ ഫാമിലിന്ന് അകത്ത് കയറ്റുന്നുണ്ടായിട്ടില്ല. അവരുടെ ആയി കഴിഞ്ഞാലും അകത്ത് കയറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോഴും പിന്നെ വാട്ടർ ബ്രേക്ക് ചെയ്തു. വാട്ടർ ബ്രേക്ക് ചെയ്തതിന് ശേഷം, അതായത് ഫ്ലൂയിഡ് നമ്മളെ ബ്രേക്ക് ചെയ്ത ശേഷം നല്ല തരത്തിലുള്ള പെയിന് വരാൻ തുടങ്ങി എനിക്ക്. അപ്പോഴായിരുന്നു നൂൽപുട്ടും ഗ്രീൻ ടീ സെറിയും ചായയും കൊണ്ട് പിന്നെയും നേഴ്സ് വന്നത്.
കാരണം അതിന്റെ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അഞ്ജലിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫുഡ് കൊടുത്തു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്ക് നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ കടയിൽ പോയിട്ട് നൂൽപുട്ടും ചായയും ഒക്കെ വാങ്ങിച്ചിട്ട് ഗ്രീൻ പീസ് കറിയും ഒക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് തേടി കണ്ടുപിടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നീട് അറിഞ്ഞത് ഇവക്ക് കഴിക്കാനേ പറ്റിയിട്ടില്ല. അതങ്ങനെ തന്നെ തിരിച്ച് പുറത്തേക്ക് തന്നെ കൊടുത്തു. കാരണം നമുക്ക് ഒരു പീസോടും കഴിക്കാൻ പറ്റുന്നില്ല. വാട്ടർ ബ്രേക്ക് ചെയ്തിരുന്നു ആ ടൈം ആകുമ്പോഴേക്ക്. പിന്നെ നല്ല രീതിയിൽ വരാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ എനിക്ക് നല്ല വേദന, അതായത് 6:30 ആകുമ്പോഴാണ് ഞാൻ ലേബർ റൂമിലേക്ക് കയറുന്നത്. എനിക്കൊരു പെയിൻ എന്ന് പറഞ്ഞിട്ട് വരാൻ തുടങ്ങിയത് ഒരു 8 മണിയെല്ലാം ആയപ്പോഴായിരിക്കും. എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ടൈമൊന്നും. എന്തായാലും കുറേ സമയം എനിക്ക് ഞാൻ ഇങ്ങനെ വെറുതെ കിടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഒരു നഴ്സിനടുത്ത് ചോദിക്കുകയും ചെയ്തു, എനിക്ക് എന്തേ വലിയ തരത്തിലുള്ള പ്രസവ വേദന വരാത്തത് എന്ന്. എനിക്ക് അങ്ങനെ വലിയ വേദന ആദ്യം വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഒരു 8 മണിയെല്ലാം ആയെന്ന് തോന്നുന്നു, ഒരു 1.5 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് വേദന വരുമ്പോൾ. നമ്മൾ അതിനുള്ളിൽ കയറി നമ്മളെ ആ സമയത്ത് എനിക്ക് സമയം പോകുന്നത് ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വാട്ടർ ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടി കഴിഞ്ഞ ശേഷം ട്രിപ്പെല്ലാം കയറ്റിയ ശേഷം എനിക്ക് പെയിന് വരാൻ തുടങ്ങി. പെയിന് വരുമ്പോഴും ഇവരിങ്ങനെ PV വന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ തൊട്ടടുത്തുണ്ടായ എന്റെ കൂടെ ലേബർ റൂമിൽ കയറി ഏച്ചിന്റെ കുറെ ഡെലിവറി കഴിഞ്ഞതാ. അപ്പൊ അവര് വേഗം വേദനയും വന്നു, അവരെ വേഗം ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തു. ഞാൻ ലേബർ റൂമിലേക്ക്, അതായത് നമ്മൾ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ കിടക്കുന്ന റൂമിലാണ് കിടന്നിട്ടുണ്ടായത്. അപ്പൊ ഇപ്പഴത്തെ കുട്ടിയും ഇതുപോലെ വേദന വന്ന് കിടക്കുന്നുണ്ട്. അവിടുത്തെ പഠിക്കുന്ന നേഴ്സ് കുട്ടികളെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. അവര് ഇപ്പൊ അതിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവര് പഠിക്കുന്ന കുട്ടികളാ, ചെറിയ കുട്ടികളാ. ഭയങ്കര സപ്പോർട്ടീവാ. നമ്മള് വേദന എടുക്കുമ്പോൾ നമ്മളടുത്ത് വന്നിട്ട് ചേച്ചി ഒന്നുമില്ല, കുറയും, ഇപ്പൊ മാറും, നടു തടവി തരണോ, കാല് തടവി തരണോ എന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ നല്ല പെരുമാറ്റമായിരുന്നു അവിടുത്തെ കുട്ടികൾ, അതായത് ട്രെയിനി ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ. അത് കഴിഞ്ഞ് പിന്നെ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, അഞ്ജലി വേദന വരുമ്പം പറയണം. അപ്പം എനിക്ക് നല്ല വേദന ഞാൻ നല്ല ഒച്ചയാക്കാൻ തുടങ്ങി വേദന വന്നിട്ട്. അപ്പം പറഞ്ഞു, അഞ്ജലി നല്ല വേദന എപ്പോഴാണോ വരുന്നത് ആ ടൈമിൽ നീ പറയണം. ഞാൻ ചോദിച്ചാൽ എന്തിനാ? PV ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഓൾറെഡി സാധാ വേദനയ്ക്ക് PV ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതിനിടക്ക് നമുക്ക് ഡെലിവറീൻ്റെ ആ ഒരു പെയിന് വരൂല. ആ പെയിന് വരുമ്പം ഇവർക്ക് PV ചെയ്യണമെന്ന്. ഞാനെന്താ പറയുന്നത്, ഞാൻ വേദന അനങ്ങാണ്ട് സഹിച്ചു കിടന്നു. അപ്പം നേഴ്സ് ചോദിച്ചിട്ടാണ് ഇപ്പൊ വേദന വന്നിട്ടില്ല എനിക്ക്. ഞാൻ പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നീ പറയാണ്ടിരിക്കല്ലേ, നീ പറയണം. എന്നിട്ട് അടുത്ത പെയിന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആ വേദന വന്നിട്ടുണ്ടേ. അവര് കളവ് പറയല്ലേ, എനിക്കിപ്പോ വേദന പോയി. ഇവര് കുറേ പ്രസവം കണ്ടിട്ടുള്ളവരല്ലേ. പിന്നെ വേദന വരുമ്പോ ഞാൻ പറഞ്ഞ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ. ഞാൻ ഇതാ വേദന വരുന്നുണ്ട്, പെയിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവര് PV ചെയ്ത് അങ്ങനെ പെയിന് വരുമ്പോൾ ഞാൻ പറഞ്ഞ ആ നഴ്സേ സിസ്റ്ററെ പെയിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഓടി വന്നിട്ട് PV ചെയ്യും. ഇല്ല ആയിട്ടില്ല. ആദ്യം അടുത്ത് എൻ്റെ ഡോക്ടർ വന്നിട്ട് PV ചെയ്തിട്ടുണ്ടായിരുന്നു. ബീന മാം വന്നിട്ട് PV ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഓക്കെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും ഡെലിവറി ഉണ്ടാവും, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അഞ്ജലി പ്രസവിക്കും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർമാർ നോക്കുമല്ലോ, അവര് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായ ഡോക്ടറെല്ലാം നോക്കിയിട്ട് PV ചെയ്തിട്ട് പറഞ്ഞു ഇതിപ്പോ എന്തായാലും ഉച്ചയാകുമ്പോഴേക്ക് ഡെലിവറി നടക്കും, ഉറപ്പായിട്ടും കൺഫേം ആയിട്ട് ഉച്ചയാകുമ്പോഴേക്ക് ഡെലിവറി ഉണ്ടാവുമെന്ന്. പിന്നെ വന്നിട്ട് പറഞ്ഞ അടുത്ത് ഉച്ചക്ക് മുന്നേ എന്തായാലും ഡെലിവറി നടക്കുമെന്ന്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് നേഴ്സ് PV ചെയ്തിട്ട് ഇതാ ഡെലിവറി ആയി, വേഗം അഞ്ച് എണീറ്റോ, അപ്പുറത്തെ ലേബർ റൂമിലേക്ക് പോയിക്കോ, അടുത്ത പെയിന് വരുന്നതിന് മുന്നേ നീ അപ്പുറത്തെ റൂമിൽ എത്തിയിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് നടന്നിട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. അപ്പൊ സിസ്റ്റർ വന്നു, ക്യാനിൽ അയച്ചു, അവർ കയ്യിൽ പിടിച്ചു, ഈ ഡ്രിപ്പിന്റെ ഇതെല്ലാം പിടിച്ചു, അന്നങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ലേബർ റൂമിലേക്ക് പോകുമ്പം അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും, ലേബർ പ്രസവിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. എടി പ്രസവിക്കാൻ പോകുന്നവർക്ക് ഇതിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. നമുക്ക് കാലൊന്നും ശരിക്കും നിവർത്തി വെക്കാൻ പറ്റാത്തൊരു ബെഡായിരുന്നു ഉണ്ടായത്. നമുക്ക് മുട്ട് മടക്കിയിട്ട് നമുക്ക് ഡെലിവറിക്ക് കിടക്കുന്ന പൊസിഷനിൽ മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ബെഡ്. ഞാൻ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ ഒരു ചേച്ചി ഡെലിവറിക്ക് പെയിന് വന്നിട്ടില്ല, അവരും ട്യൂബിട്ടിനോന്ന് എനിക്ക് ഓർമ്മയില്ല, അവരും പെയിന് വന്നിട്ട് കൂട്ടിയിട്ട് പോയതാണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അവരെ ഓൾറെഡി ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട്, അതും ഒരു പെൺകുട്ടിയായിരുന്നു, ഡെലിവറി കഴിഞ്ഞിട്ട് അവരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായത് ഞാൻ കയറുമ്പം തന്നെ. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ മിഡിൽ ബെഡിലാണ് കിടന്നത്. 3 ബെഡാണ് അവിടെ ഡെലിവറിക്ക് ഉണ്ടായത്. ഞാൻ മിഡിൽ ബെഡ് കിടന്നു. പിന്നെ എനിക്കിങ്ങനെ ഉള്ളിലൊരു ആന്തലായി, എന്താ നടക്കുക, എന്താന്ന്. ഇപ്പൊ നോർമൽ ഡെലിവറി ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ലേബർ റൂമിൽ കൊണ്ടുവന്നത്. അപ്പം അതിനിടയ്ക്ക് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നേഴ്സും പറയുന്നുണ്ട്, ആ ഡൈലേറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് സർവിക്സ് ഡൈലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് അതേപോലെ തന്നെ പുറത്ത് വന്നിട്ട് അവർ ഇൻഫോം ചെയ്യുന്നുണ്ട്, ഏകദേശം ഡെലിവറി ആകാറായി കേട്ടോ, ഇതേപോലെ എന്താ പറയേണ്ടത്,
5 സെന്റിമീറ്റർ ആയി, 6 സെന്റിമീറ്റർ ആയി എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് വന്ന് പറയും. അപ്പോൾ ഡെലിവറി ആകാറായി. അതിന് മുന്നേ എൻ്റെ അടുക്ക ഒരു പേപ്പറിൻ്റെ അകത്ത് സിഗ്നേച്ചർ ഒക്കെ വാങ്ങിച്ചു. അതിനകത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, നോർമൽ ഡെലിവറി അല്ല, വല്ല സിസേറിയനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സിഗ്നേച്ചറാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതൊക്കെ പഠിച്ചു. റെസ്പോൺസിബിലിറ്റി ആയിരിക്കില്ല എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാനിതൊക്കെ വായിച്ച് ഞാൻ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ, അല്ല അങ്ങനെയാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റൂൾസ് ഇങ്ങനെയാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ സൈൻ ഇട്ടു. പറഞ്ഞു എക്സ്ട്രാ ഒരാളും കൂടി വേണം വിറ്റ്നസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഞാൻ എന്താക്കി, പുന്നസിന്റെ ആശാമ്മേനെ വിളിച്ചിട്ട് ആശാമ്മയും കൂടി സൈൻ ഇട്ടു, ഞാനും സൈൻ ഇട്ടു. സോ അത് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് പിന്നെ പേടിയായി. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ സിസേറിയൻ ചെയ്തോളൂ, പേടിക്കൊന്നും വേണ്ട, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് സൈനൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ പുറത്ത് ഒരേ പ്രാർത്ഥനയായിരുന്നു. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് മറ്റുള്ളവരെല്ലാവരും ആൺകുട്ടിയായിരിക്കും. അപ്പൊ ഞാൻ ഇത്രയും ആൾക്കാർ പ്രഗ്നൻസിന്റെ ജെൻഡർ പ്രഡിക്ഷന്റെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു ഭക്ഷണം കഴിക്കേണ്ട ഒരു ഇത് ഇഷ്ടം, അല്ലെങ്കിൽ എന്റെ ബോഡി സ്ട്രക്ചർ, എന്റെ വയറെല്ലാം കണ്ടിട്ട് എല്ലാരും കൺഫേം ചെയ്തിട്ടുണ്ടായത് ആൺവാവയാണെന്നാണ്. അതെ, ആൺകുട്ടിയായിരിക്കും. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചു എനിക്കൊരു പെൺകുട്ടീനെ തന്നെ വേണം. ഞാൻ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് പെൺകുട്ടി തന്നെ വേണേ ഭഗവാനെ എന്നൊക്കെ വന്നിട്ട്. കാരണം എപ്പോഴും ഒരു ആൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടീന്റെ ഒരു കുഞ്ഞുവാവ. പിന്നെ ഡെലിവറിന് തലേന്ന് രാത്രി ഞാൻ ചോദിച്ചപ്പോ എന്ത് കുട്ടിയായാലും വേണ്ടിയില്ല, എനിക്ക് നല്ല ആരോഗ്യത്തിലെ കുട്ടീനെ നിന്നെ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ആയി, ഫുൾ ആദ്യമായി. ഞാനൊക്കെ ഒരേ നടത്തായിരുന്നു, എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പ്രാർത്ഥനയും ഇതായി ഇരുന്നിട്ട്. അതിനിടയ്ക്ക് ഞങ്ങളും ഇരുന്നിട്ടുണ്ട്, വേറൊരു സൈഡില് വേറൊരു ഡെലിവറി ടീം ഇരുന്നിട്ടുണ്ട്, വേറൊരു സൈഡിൽ വേറൊരു ഡെലിവറി ടീം, അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാവരും ഒരേ ടെൻഷൻ തന്നെ. അപ്പൊ നടക്കുമ്പോ എലിവേലിൽ കൂടി നടക്കുമ്പോ തന്നെ മനസ്സിലാവും ഇതൊക്കെയാണ് ഹസ്ബൻഡ് എന്ന് മനസ്സിലാവും. കാരണം മറ്റുള്ളവരുടെ ഇരുന്നിട്ടുണ്ട്, ഹസ്ബൻഡ്സ് മാത്രമാണ് എല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര കിലോ കലോറി അന്ന് എന്നെ ബേൺ ആയിട്ടുണ്ടാവും, അത്രപ്പാട് നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ ഡെലിവറിന്റെ ആ ലേബർ റൂമിൽ കിടന്നിട്ടാ ഉള്ളത്. അപ്പൊ കിടന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വേദന വരാൻ തുടങ്ങി. ഇവരെല്ലാം പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു അഞ്ജുവിനെ കൊണ്ട് എന്തായാലും നോർമൽ ഡെലിവറി പറ്റുന്നു തോന്നുന്നില്ല. അതായത് ചെറിയ വേദന വന്നു കഴിഞ്ഞാലും ആർത്ത് കരയുന്ന ഒരു വ്യക്തിയാണ് ഈ കാണുന്ന വ്യക്തി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ചോദിച്ചു വാങ്ങലായിരിക്കും, പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് സിസേറിയൻ തന്നെ ചെയ്തോളൂ എന്നുള്ള ആ ലെവലായിരിക്കും ഞാൻ അങ്ങനെ തന്നെ കരുതിയത്. പക്ഷെ സാധിച്ചു ശരിക്കും പറഞ്ഞാല്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവനക്ക് നല്ല രീതിയിൽ പെയിന് വരാൻ തുടങ്ങി. നമുക്ക് പിടിക്കാൻ പോലും അവിടെ ഒന്നുമില്ല. ഞാനെന്നിട്ട് വേദനയിൽ പിടിച്ചോണ്ടിരുന്നത് ഈ നമ്മളെ ഗ്ലൂക്കോസിന്റെ കൊള്ളി ആ കുന്നത്തിനെയാണ് ഞാൻ പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായത്. അതിന് ചടപട കെട്ടി പോവാന്നായി പിന്നെ എന്റെ പേടി. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ അപ്പൊ ഡോക്ടർ ഇങ്ങനെ വന്നിരുന്ന്, എന്നിട്ട് ഡോക്ടറിന് കുറച്ച് സമയം കൂടി കഴിയും എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്റെ അടുത്ത് പുഷ് നല്ല നഴ്സുമാര് പറയുന്നുണ്ടായിരുന്നു. ഇവ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോണോ, എനിക്ക് അമ്മേനെ കാണണോ. നീ എന്നാ പറയുന്നത്, ഈ ലേബർ റൂമിൽ വന്നിട്ട് വീട്ടിൽ പോകണമെന്നാ, പ്രസവിക്കാണ്ട് വീട്ടിൽ പോകാനൊന്നും പറ്റൂല, പ്രസവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരേ കരച്ചിലിരുന്നു. ഇങ്ങനെ ആദ്യമൊന്നും ഞാൻ പിടിച്ചു നിന്നു, പക്ഷെ പിന്നെ ആ ഒരു നല്ല വേദന വരാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു നോക്കിയിട്ട് ഇല്ല, ഇതാ കുട്ടീന്റെ തല കണ്ടു. അപ്പൊ ഡോക്ടർ വന്ന് ഓക്കെ പുഷ് എന്ന് പറഞ്ഞു. അപ്പൊ വേദന വരുമ്പോ നമ്മുടെ അടുത്ത് പുഷ് ചെയ്യാൻ പറഞ്ഞു. എനക്കാണെങ്കിൽ വേദന വരുമ്പോ നമ്മളെ കൊണ്ട് പറയാൻ എളുപ്പാ, പക്ഷെ ആ വേദന വരുന്ന സമയത്ത് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റൂല. നമ്മളെ മൈൻഡ് പുഷ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിൽ നിന്ന് മാറിപ്പോ, നമ്മളാ ഡീവിയേറ്റ് ആയിപ്പോ, നമുക്കത് പറ്റൂല. പിന്നെ ചുറ്റും നിന്നിട്ട് നഴ്സുമാർ പറയാൻ തുടങ്ങി വേദന വരുമ്പം പുഷ് ചെയ്യും. അങ്ങനെ ഇങ്ങനെല്ലാം ആയി ഭാവേനെ കിട്ടി. ഞാൻ നോക്കുമ്പോഴേക്ക് നല്ല രീതിക്ക് വേദന വന്ന്, പ്രസവിച്ചവർക്ക് അറിയായിരിക്കുമല്ലോ, നല്ല രീതിക്ക് വേദന വന്ന് പെട്ടെന്ന് നോക്കുമ്പോണ്ട് ഒരു കുഞ്ഞു മാവ കരിയുന്നു മുന്നിന്ന്. അപ്പോഴേക്കും ഞാനിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, എന്റെ കണ്ണെല്ലാം ഇങ്ങനെ വെള്ളം വരുന്നു കണ്ടിട്ട്. പിന്നെ നമുക്ക് ക്യൂരിയോസിറ്റി എന്താ വാവ. അപ്പാടനെ ഡോക്ടർ കയ്യിലിങ്ങനെ വാവേനെ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അഞ്ജലിക്കൊരു കുഞ്ഞ് മോള് ജനിച്ച് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് അവർ വന്നു, നേഴ്സ് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നേഴ്സില്ല ഡോക്ടർ തന്നെ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അഞ്ജലിന്റെ ആരാണ്. ഞാൻ പറഞ്ഞു അഞ്ജലിന്റെ ഹസ്ബൻഡാണ്. അഞ്ജലിക്ക് കുഞ്ഞുവാവ ജനിച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അഞ്ജലിക്ക് പെൺകുഞ്ഞാ ജനിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഞാൻ അവിടെ ഒരേ തുള്ളിച്ചാട്ടായി, പിന്നെ അവിടെ ഇപ്പോഴും ഓട്ടായി.
ഞാൻ പിന്നെ എന്താ പറയണ്ടത് ഭയങ്കര എക്സൈറ്റഡ് ആണ്, എപ്പോഴാ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തായി. പക്ഷെ ഫസ്റ്റ് ഞാൻ പോയി ചോദിച്ചത് വൈഫിന് എന്തുണ്ട്, സുഖമുണ്ടോ, വൈഫ് ഓക്കെ ആണോ? അപ്പൊ അവര് പറഞ്ഞു വൈഫെല്ലാം ഓക്കെയാണ്, വൈഫും കുട്ടിയും ഓക്കെയാണ്, ഒന്നും പേടിക്കാനില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെല്ലാം കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഓക്കെ, താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരകത്ത് പോയി. അപ്പൊ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി പുറത്ത്. എന്നിട്ട് ഞാനും അച്ഛനൊക്കെ പുറത്ത് പോയി ജിലേബിയൊക്കെ വാങ്ങിച്ചു. കാരണം ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് ലഡുവും പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ജിലേബിയാന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. സോ അതുകൊണ്ട് ഞങ്ങൾ വേഗം പുറത്തേക്ക് പോയി ജിലേബിയൊക്കെ കിലോ കണക്കിന് വാങ്ങിച്ച്, എന്നിട്ട് ഞങ്ങൾ എന്താ പറയണ്ട എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഞങ്ങൾ എടുത്തിട്ട് കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ കയ്യിൽ സാധനം ജിലേബിയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ചെയറിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ ഡോക്ടറെ അടുത്ത് എനിക്ക് സെക്കൻഡ് ലെയറിന്റെ സ്റ്റിച്ച് ആ ഡോക്ടർ ചെയ്യുന്നു പറഞ്ഞിട്ട് ബീന മാം വേറെ ഏതോ ഒരു കേസിന് വേണ്ടിയിട്ട് പോയി തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ വന്നിട്ട് ഇപ്പൊ ഞാനിങ്ങനെ കിടന്നിട്ടുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുന്ന മനസ്സിൽ എന്താന്നിപ്പം പുറത്തുകൊണ്ട് പോയി കാണിക്കുമ്പോൾ എല്ലാവരും റിയാക്ഷൻ എന്തായിരിക്കും, അതുപോലെ മോള് എന്ന് പറഞ്ഞ മോളെ അച്ഛൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, മോള് എന്നെല്ലാം മാറ്റി. അപ്പൊ അതൊന്നും എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. ശരിക്കും നമ്മൾ ഏതൊരു അമ്മമാരായി കഴിഞ്ഞാലും ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, അവരേറ്റവും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും കുട്ടീന്റെ അച്ഛൻ, കുഞ്ഞാവേനെ ആദ്യമായിട്ട് കാണുന്നത്. അത് ഒരു അമ്മമാർക്കും നേരിട്ട് കാണാനുള്ള ഭാഗ്യമില്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്നല്ലേ ഉണ്ടാവുക. അപ്പൊ അതെല്ലാം ഞാനിങ്ങനെ മനസ്സിൽ കാണുന്നിരുന്നു ഉണ്ടായത്. അപ്പൊ മോളെ ഫേസ് തന്നെ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ ഈ സ്റ്റിച്ച് ഇടാൻ വന്ന ഡോക്ടർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് നേഴ്സിന്റെ അടുത്ത് പറയുന്ന കേട്ടത് ബ്ലീഡിങ് നിന്നിട്ടില്ല, ബ്ലീഡിങ് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ടായത്. അപ്പോഴേക്കും എനിക്ക് ടെൻഷനായി, കാരണം ബ്ലഡ് എന്നെല്ലാം പറഞ്ഞാൽ തന്നെ ടെൻഷൻ ആവുന്ന ആളാണ് ഞാൻ. അപ്പൊ ബ്ലീഡിങ് നിന്നിട്ടില്ല എന്ന് പറയുന്നു കേട്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ഇടണ്ട, അടുത്ത ലെയർ സ്റ്റിച്ച് ഇടണ്ട, ഡോക്ടർ വരട്ടെ, ഡോക്ടർ വന്നിട്ട് നോക്കട്ടെ എന്നിട്ട് പറയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓൺ ദി സ്പോട്ട് ഡോക്ടർ എത്തിയിട്ട് പറഞ്ഞു ഓക്കെ ബ്ലീഡിങ് നിന്നിട്ടില്ല, ശരി നമുക്ക് നോക്കാന്ന് പറഞ്ഞ് പിന്നെയും എന്തെല്ലോ സംഭവങ്ങൾ ഇട്ടിട്ട് എൻ്റെ ഉള്ളിൽ എന്തെല്ലോ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താ നമ്മളിങ്ങനെ കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് നോക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തെല്ലോ കൊണസപ്പണി നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തിരിയുന്നുണ്ട്, കാരണം നല്ല രീതിയിൽ വേദന വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഡെലിവറി സ്റ്റോറിന്റെ അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.